തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിൽ UDF സ്ഥാനാർത്ഥിയും MLAയുമായ കെ ബാബുവിന് തിരിച്ചടി. വിചാരണയിലെ ന്യൂനതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കെ ബാബു നൽകിയ അപ്പീൽ സുപ്രീംകോടതി തള്ളി. LDF സ്ഥാനാർത്ഥിയായിരുന്ന M സ്വരാജ് നൽകിയ ഹർജിയിലെ വിചാരണാ നടപടികളുമായി ഹൈക്കോടതിക്ക് മുന്നോട്ടു പോകാമെന്നാണ് ഉത്തരവ്. M സ്വരാജ് നൽകിയ തെരഞ്ഞെടുപ്പ് ഹർജിയിലെ വിചാരണയിൽ ചില ന്യൂനതകളുണ്ട്. ഇത് പരിഹരിച്ച് വിചാരണ പൂർത്തിയാക്കാൻ നിർദ്ദേശം വേണമെന്നായിരുന്നു കെ ബാബുവിന്റെ അപ്പീലിലെ ആവശ്യം. കെ ബാബുവിന്റെ വാദങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്നതല്ലെന്നായിരുന്നു സുപ്രീംകോടതിയുടെ ഉത്തരവ്. കെ ബാബുവിന്റെ വാദങ്ങൾ തള്ളിയാണ് ജസ്റ്റിസുമാരായ അനിരുദ്ധ ബോസ്, അഗസ്റ്റിൻ ജോർജ് മാസി എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റെ തീരുമാനം വന്നത്. നടപടിക്രമങ്ങളിൽ വീഴ്ചയില്ലെന്നും കേസിലെ തീരുമാനം വൈകിപ്പിക്കുകയാണ് ഹർജിക്കാരന്റെ ഉദ്ദേശമെന്നുമായിരുന്നു M സ്വരാജിന്റെ അഭിഭാഷകന്റെ വാദം. ഈ വാദം അംഗീകരിച്ച സുപ്രീംകോടതി ഹൈക്കോടതിയിലെ വിചാരണ നടപടികൾ തുടരാമെന്നും നിർദ്ദേശം നൽകി. ഹൈക്കോടതിയിലെ വിചാരണയ്ക്കുണ്ടായിരുന്ന താൽക്കാലിക വിലക്ക് നീക്കിയാണ് സുപ്രീംകോടതിയുടെ നടപടി. അന്തിമഘട്ടത്തിലെത്തിയ വിചാരണ നടപടികൾ ഹൈക്കോടതിക്ക് വൈകാതെ പൂർത്തിയാക്കാം. മതചിഹ്നങ്ങൾ ദുരുപയോഗം ചെയ്താണ് UDF സ്ഥാനാർത്ഥിയുടെ വിജയമെന്നായിരുന്നു M സ്വരാജിന്റെ ഹർജിയിലെ ആക്ഷേപം. ഇത് രണ്ടാം തവണയാണ് വിചാരണ നടപടികൾ ചോദ്യം ചെയ്തുള്ള കെ ബാബുവിന്റെ ഹർജി സുപ്രീംകോടതി തള്ളുന്നത്. M സ്വരാജിന്റെ ഹർജി നിലനിൽക്കുമെന്ന ഹൈക്കോടതി പരാമർശം നീക്കണമെന്നാവശ്യപ്പെട്ടാണ് കെ ബാബു നേരത്തെ സുപ്രീംകോടതിയെ സമീപിച്ചത്. എന്നാൽ ഈ ഹർജി തള്ളിയതോടെയാണ് കെ ബാബുവിന് ആദ്യ തിരിച്ചടിയേൽക്കുന്നത്. ഇതിന് പിന്നാലെയാണ് വിചാരണ നടപടികൾ ചോദ്യം ചെയ്തുള്ള കെ ബാബുവിന്റെ ഈ ഹർജിയും തള്ളിയത്. ലീഗൽ ഡെസ്ക് റിപ്പോർട്ട്.